ആമത് മാഷ് പറഞ്ഞത് ഇതിനെ മതവുമായിട്ട് കൂട്ടിക്കുഴക്കണ്ട, അങ്ങനെ ആ രീതിയിലുള്ള ഒരു വീക്ഷണകോണിലൂടെയാണല്ലോ താങ്കൾ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതിനാ? ജോസഫ് മാഷിനോട് വ്യക്തി വിരോധം തീർക്കാനായിരുന്നില്ല കൈവെട്ടിയത്. മാഷിൻ്റെ ഭാഗത്തു നിന്ന് നബിനിന്ദ ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, അതാണല്ലോ പ്രകോപനത്തിന് ആധാരം. അതും അദ്ദേഹം കോട്ട് ചെയ്തതാണ്, ഒരു പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്ത് എഴുതിയതാണ്. അതിൻ്റെ ഉത്തരവാദി ജോസഫ് മാഷയല്ല. പക്ഷേ എങ്കിലും അവിടെ മാഷിൻ്റെ കൈവെട്ടാൻ പ്രേരിപ്പിച്ചത് അത് അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിന് നേരെ ഒരു പരാമർശം, തെറ്റായ പരാമർശം ഉണ്ടായി, നബിക്ക് എതിരെ ഒരു പരാമർശം ഉണ്ടായി. അതുകൊണ്ടാണല്ലോ ഇമ്മീഡിയറ്റ്ലി അങ്ങനെ ഒരു ക്ഷിപ്രകോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. അതെ അനിൽ സാറേ, ഇതിൽ എൻ്റെ കൺസേൺ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാർ, നമ്മൾ ആ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഏതാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തത് തെറ്റാണെന്നോ അതോ ലോകത്തിലെ ഇസ്ലാം മുഴുവനും ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒപ്പമാണെന്ന് നമ്മൾ വിശ്വസിക്കണോ? അതല്ല പോപ്പുലർ ഫ്രണ്ടിനെ ഒറ്റപ്പെടുത്തിയിട്ട് തീവ്രവാദത്തെ തകർക്കണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. എസ് എ ഭാഷയെ നമുക്ക് നേരിടണം, അബ്ദുൽ നാസർ മദനിയെ നമുക്ക് നേരിടണം. ഇവിടുത്തെ ഇസ്ലാം മതത്തിലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ, മതപണ്ഡിതർ എന്തുകൊണ്ട് ഇതിനെയൊന്നും പൂർണ്ണമായി തള്ളിപ്പറയുന്നില്ല? അങ്ങനെയൊന്നുമല്ല സാർ, അങ്ങനെയൊന്നുമല്ല. എല്ലാ മതസംഘടനകളും കഴിയുന്നത്ര ഇവിടുത്തെ നമ്മൾ പലതും കാണാത്തത് കൊണ്ടാണ് പരമാവധി അവരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയേ ഉള്ളൂ. എസ് എ ഭാഷയെ വലിയ തോതിൽ വാഴ്ത്തിക്കൊണ്ട് മരണാനന്തര കർമ്മങ്ങൾ നടത്തിയത് ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാമിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയണോ? അതല്ല അത് ഇസ്ലാമിനോട് ചെയ്ത വലിയ പാതകമാണെന്ന് പറയണോ? ജോസഫ് മാസ്റ്റർ കൈവെട്ടിയത് ഇന്ത്യയോട് മാത്രമല്ല ഇസ്ലാമിനോട് തന്നെയും ചെയ്ത അക്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദേശീയ ബോധം ഇസ്ലാമിനെ വിശ്വാസത്തോടെ എടുക്കണം. പാവങ്ങളായ മുസ്ലിങ്ങളെ അക്രമികളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം ഓർത്തു നോക്കൂ. ഇപ്പൊ സാറ് നേരത്തെ വിദ്യാസാഗർ സാറ് തന്നെ പറഞ്ഞല്ലോ, ഇപ്പോ മദ്രസയിലൂടെ കടന്നു വന്ന ഒരാളുടെ പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ച സാക്കിർ ഹുസൈൻ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഉസ്താദ് അല്ലാരഖ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുമ്പിൽ മരണം വരെ ഷഹനായി വായിച്ചുകൊണ്ട് മരിച്ചുപോയ മനുഷ്യര്, ഉസ്താദ് ബിസ്മില്ല ഖാൻ, എത്രയോ പേര്. ഇവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ദേശസ്നേഹത്തിന്റെ പേരിൽ മാത്രം ദേശാഭിമാന പ്രചോദിതരായി മരിച്ചുപോയ എത്രയോ പേർ. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ മക്കളായി ഇന്ത്യൻ സംസ്കാരത്തോടും ഇന്ത്യൻ ദേശീയതയോടും ആദരവോടുകൂടി ജീവിച്ചു മരിച്ചുപോയ എത്രയോ മനുഷ്യരുടെ നാടാണ് ഇന്ത്യ എന്നാണ്. അവരും കൂടി ദേശീയതയുടെ ഭാഗമാണ്. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ നാടിനെ നശിപ്പിക്കുന്ന, നാട്ടിൽ അക്രമം കാണിക്കുന്ന, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എല്ലാ ഭീകരവാദികളെ ഒറ്റപ്പെടുത്താൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മുസൽമാനെ വിശ്വാസത്തിലെടുക്കുകയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ വിശ്വാസത്തിലെടുക്കുകയാണ് വേണ്ടത്. സമാധാന പ്രേമികൾ. ഇപ്പോൾ സൂഫിസത്തിൽ എല്ലാത്തിലും തട്ടിപ്പുകാരുണ്ടാവും, എല്ലാത്തിനെയും ആക്ഷേപിക്കുന്നവരുണ്ടാവും, എല്ലാത്തിനെയും തകർക്കുന്നവരുണ്ടാകും. അപ്പോഴും ഒരു ദേശത്തിന്റെ താല്പര്യം, സമാധാനം, ദേശസുരക്ഷ തുടങ്ങിയ അജണ്ടകളെ മുൻനിർത്തിയിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർ, അതാണല്ലോ എനിക്ക് തോന്നുന്നത് സാംസ്കാരികമായ ദേശീയത എന്ന് പറയുന്നത്. അല്ലാതെ വിശ്വാസത്തിന്റെ പേരിൽ ആരെങ്കിലും ശത്രുവായി പ്രഖ്യാപിക്കുന്നതാണോ ഞാൻ മനസ്സിലാക്കുന്ന സാംസ്കാരിക ദേശീയത? അതല്ല. ഒരു കൾച്ചർ, ഇവിടെ പിറന്നു വീണ എല്ലാ പുൽക്കൊടിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഭാരതീയ സംസ്കാരമുണ്ട്. ആ സംസ്കാരം സമാധാനത്തിൻ്റെതാണ്, അത് ഇൻക്ലൂസീവാണ്. അത് രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹിക്കുന്ന മുസൽമാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ സംസ്കാരമാണ്. അങ്ങനെ കാണാൻ നമുക്ക് പറ്റണ്ടേ? ഇതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതിനെ മദ്രസയിൽ ചേർന്നുപോയി എത്രയോ കാലമായിട്ട് ഇപ്പൊ എനിക്ക് അനിൽ നമ്പ്യാർക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്, സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാറിന് അറിയാം, വിദ്യാസാഗർ സാറിനും അറിയാമായിരിക്കും. മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ദേശീയ ധാരയിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റി നിർത്താൻ കാരണമാകുന്ന ധാരാളം ചെയ്തികൾ, ധാരാളം ഇൻഗ്രീഡിയൻസ്, ധാരാളം കരിക്കുലം മദ്രസ പാഠപുസ്തകങ്ങളിലുണ്ട്. മദ്രസകൾ തന്നെ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിന്റെ ടെക്സ്റ്റിൽ തന്നെ അന്യമത വിദ്വേഷം പറയുന്നുണ്ട്. അത് വസ്തുതയാണ്. അത് പറയുന്നതിന് പറ്റുന്ന 2-3 വ്യാഖ്യാനങ്ങൾ. ഒന്ന് ഈ ഒരാവശ്യവുമില്ലാത്ത ഹദീസുകൾ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഹദീസുകളെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ നേരത്തെ വിദ്യാസാഗർ സാർ പോയോന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഇസ്ലാമിന് പുറത്തുള്ള അഹമ്മദിയാക്കൾ മാത്രമല്ല ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും പ്രവാചകന്മാരായി അംഗീകരിക്കുന്നത്.
ആദ്യമായി ഖുർആന്റെ പരിഭാഷ എഴുതിയ CN അഹമ്മദ് മൗലവി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ശ്രീബുദ്ധനും ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരാണ്. 1,24,000 പ്രവാചകന്മാരുണ്ട് എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു. അതിൽ 25 പേരുടെ പേര് മാത്രമേ ഖുർആനിലുള്ളൂ. മറ്റുള്ളവരെയൊക്കെ അന്വേഷിച്ചു പോയാൽ ലോകത്തിലെ എല്ലാ പരിഷ്കർത്താക്കളായ നവോത്ഥാന നായകന്മാരായ മനുഷ്യരെയും പ്രവാചകന്മാരായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പോകുമ്പോൾ എവിടെയാണ് ശ്രീരാമൻ പ്രവാചകനാണെങ്കിൽ, ഇസ്ലാമിന്റെ തന്നെ പ്രവാചകനാണെങ്കിൽ, ശ്രീകൃഷ്ണൻ ഇസ്ലാമിന്റെ പ്രവാചകനാണെങ്കിൽ, ശ്രീബുദ്ധൻ ഇസ്ലാമിന്റെ പ്രവാചകനാണെങ്കിൽ എവിടെയാ സംഘർഷം? ആ സംഘർഷമില്ലാത്ത ഒരു ഇന്ത്യയല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്? അതിന് വേണ്ടത് അങ്ങനെ പറയുന്ന ഇസ്ലാം ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ആലോചിച്ചു, എത്ര പേര് അങ്ങനെയുണ്ട്? സർവമത സത്യവാദം ഖുർആനിൽ എന്ന പുസ്തകം എഴുതിയതിനാണ് ചേകനൂർ മൗലവി കൊല്ലപ്പെട്ടത്. സർവവേദ സത്യവാദം എന്ന പുതിയ ചിന്താ പദ്ധതിയുമായി, പുതിയതല്ല, അതാണ് ഭാരതീയം, ആ ചിന്താ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് CH മുസ്തഫ മൗലവി. അങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയാണ് എല്ലാവരും ഭാഷമാരാണ്, മദ്രസയിൽ പഠിച്ചോ അവൻ തീവ്രവാദിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ തീവ്രവാദം ഇല്ലാത്ത ഒരു മതം ഏതാ എടുത്തോളൂ? ആലോചിച്ച് നോക്കൂ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച ശ്രീബുദ്ധന്റെ പേരിലല്ലേ ഇന്ന് ലോകത്തിലെ ഒട്ടും മോശമല്ലാത്ത ഭീകരവാദം ഉള്ളത്? എന്താ മ്യാൻമറിലെ തീവ്രവാദം? എന്താ ശ്രീലങ്കയിലെ തീവ്രവാദം? ആലോചിച്ച് നോക്കൂ. ക്രിസ്തുദേവന്റെ പേരിൽ എന്തുമാത്രം തീവ്രവാദികൾ ലോകത്തുണ്ട്. സിപാഹെ മസീഹ, ഞാൻ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ പറയാം. പാകിസ്ഥാനിലെ ഏറ്റവും മോശമല്ലാത്ത ന്യൂനപക്ഷ തീവ്രവാദത്തിന്റെ പേരാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ തീവ്രവാദം. എല്ലാ മതത്തിനകത്തുണ്ടെന്നേ, എല്ലാ മതത്തിനും. സിഖ് തീവ്രവാദം ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി, ലോകം മുഴുവൻ നടന്നിട്ട് അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഒളിച്ചിരുന്നിട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകരവാദിയുടെ പേര് സിഖ് തീവ്രവാദം എന്നല്ലേ? ഇങ്ങനെ നോക്കാൻ പോയാൽ നമുക്ക് ഒരാളെയും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. പകരം സിഖുകാരനായി പിറന്നുപോയത് ഒരു മനുഷ്യന്റെ കുറ്റമല്ല, അവനെ ഈ ദേശീയധാരയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സിഖ് മതത്തിൽ തീവ്രവാദികളുണ്ടോ അവരെ ഒറ്റപ്പെടുത്തണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ രീതി? ബുദ്ധന്റെ മതത്തെയും ബുദ്ധന്റെ സംസ്കാരത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതല്ല മക്കളെ ബുദ്ധന്റെ ദർശനം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ബൗദ്ധ തീവ്രവാദികളെ നമുക്ക് ഒറ്റപ്പെടുത്തണം. അങ്ങനെയല്ലേ ഒരു തീരുമാനം? അതുകൊണ്ട് തന്നെ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇടപെടലുകൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചവരിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അത് ഖേദകരമാണ് മാഷേ. അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസം. തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാൻ പറയുന്നത് അനിൽ സാറെ എനിക്ക് ഒരു മിനിറ്റ് കൂടി തരൂ. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. അതുണ്ടാവണം, ന്യായമാണ്. അനിൽ സാർ പറയുന്നത് ന്യായമാണ്. കുറെ കൂടി ഒച്ചത്തിൽ പലപ്പോഴും അവർക്ക് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ദേശീയ മുസൽമാൻ എന്താണ് വോയിസ് ഇല്ലാത്തത്? ദേശീയ മുസൽമാൻ എന്തുകൊണ്ടാണ് വോയിസ് ഇല്ലാത്തത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് വോയിസ് ഉണ്ടാവണം, അവർക്ക് കുറെ കൂടി സ്പേസ് കിട്ടണം, അവരുടെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കണം. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മറിച്ചൊരു ചോദ്യം കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ സംയമനത്തോടെ കേൾക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ തീവ്രവാദത്തെ തരാതരം പോലെ വളർത്തുന്നതിലും സഹായിക്കുന്നതിലും നമ്മളിപ്പോ ദേശീയതയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടായിട്ടുണ്ടോ? ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. 30 കൊല്ലമായി ഒരു അസ്ഥികഷ്ണം പോലും കാണാനില്ലാത്ത വിധം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരയായി തീർന്ന ഒരാളുണ്ടായിരുന്നു മലപ്പുറത്ത്. അദ്ദേഹത്തിന്റെ പേര് അബുൽ ഹസൻ ചേകനൂർ മൗലവി എന്ന പേരിലുള്ള ചേകനൂർ മൗലവിയ. ചേകനൂർ മൗലവിയുടെ കേസ് CBIക്ക് വിട്ടപ്പോൾ ആരായിരുന്നു അനിൽ സാറെ കേന്ദ്രം ഭരിച്ചത്? വാജ്പേയി ആയിരുന്നല്ലോ. ആ കേസിലെ പ്രതികളായ മൗലാനമാരോട് സംഭാവന വാങ്ങിയ നേതാക്കന്മാർ ആരാണ് കേരളത്തിൽ ആ കാലത്ത്? ഇതൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൂടി ചേർത്ത് പറയേണ്ടി വരും. ഞാൻ വളരെ സാഹസികമായി ഉന്നയിച്ചു കൊണ്ടുവന്ന ഒരു പ്രശ്നം ഇന്നിപ്പോ കേരള നിയമസഭയിൽ പോലും വന്നിട്ടുണ്ട്. അത് മാധവിക്കുട്ടിയുടെ മതം മാറ്റ പ്രശ്നത്തിൽ സമദാനി വഹിച്ച പങ്കാണ്. ആരായിരുന്നു അനിൽ നമ്പ്യാരെ? പ്ലീസ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ആരായിരുന്നു സമദാനിയുടെ വക്കീല്? എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ട. അതുകൊണ്ട് രാഷ്ട്രീയമാകട്ടെ മതപരമാകട്ടെ ദേശവിരുദ്ധമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന പല ശക്തികളും രാജ്യത്തുണ്ട്. എല്ലാവരും സ്വയം ഒന്ന് കറക്റ്റ് ചെയ്താൽ രാജ്യം രക്ഷപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്തായാലും വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം, പ്രവർത്തിക്കാം. ഭാഷമാരെ സൃഷ്ടിക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ ജില്ലാ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇന്ന് DMK വക്താവ് ഇളങ്കോവൻ പ്രതികരിച്ചത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയം എന്നാണ്. പക്ഷേ അത് അങ്ങനെയല്ല. ഇത്തരം നടപടികളെ വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളേണ്ടതാണ്.